ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവസം 61. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 24 25 അധ്യായങ്ങളാണ് നാം ഇന്ന് വായിക്കുന്നത്. ഈ അധ്യായങ്ങളിൽ പൗലോസ് ശ്ലീഹായെ ഫെലിക്സ്, ഫെസ്തുസ് എന്നീ ഭരണാധികാരികൾ വിചാരണ ചെയ്യുന്നു. കള്ളാരോപണങ്ങളെ പൗലോസ് ധീരമായി നേരിടുകയും കൈസറിന് അപ്പീൽ നൽകിക്കൊണ്ട് റോമിലേക്കുള്ള യാത്ര ഉറപ്പാക്കുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 24. കുറ്റാരോപണം. 5 ദിവസം കഴിഞ്ഞ് പ്രധാന പുരോഹിതനായ അനനിയാസ് ഏതാനും ശ്രേഷ്ഠന്മാരോടും അഭിഭാഷകനായ തെർത്തുലോസിനോടും അവിടെ കൂടെയെത്തി. അവർ ദേശാധിപതിയുടെ മുൻപാകെ പൗലോസിനെതിരായി പരാതിപ്പെട്ടു. അവനെ വിളിച്ചപ്പോൾ തെർത്തുലോസ് കുറ്റം ആരോപിക്കാൻ തുടങ്ങി. നീ നിമിത്തം ഞങ്ങൾ വലിയ സമാധാനം അനുഭവിക്കുന്നുവെന്നും നിന്റെ പരിപാലനത്താൽ ഈ ജനതയ്ക്ക് പരിഷ്കാരങ്ങൾ നടപ്പാക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഞങ്ങൾ എല്ലാവിധവും എല്ലായിടത്തും അതിശ്രേഷ്ഠനായ ഫെലിക്സെ നിറഞ്ഞ നന്ദിയോടെ അംഗീകരിക്കുന്നു. നിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞങ്ങൾ ചുരുക്കി പറയുന്നത് ക്ഷമാപൂർവം കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ മനുഷ്യൻ ഉപദ്രവകാരിയും ലോകത്തുള്ള സകല യഹൂദരുടെ ഇടയിൽ പ്രക്ഷോഭമുളവാക്കുന്നവനും നസ്രായ മതപക്ഷത്തിന്റെ നേതാവുമാണെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. ദേവാലയം പോലും അശുദ്ധമാക്കാനും ഇവൻ ശ്രമിച്ചു. ഞങ്ങൾ ഇവനെ പിടികൂടി നീ ഇവനെ വിസ്തരിക്കുന്ന പക്ഷം ഇവനെതിരെ ഞങ്ങൾ ആരോപിക്കുന്ന ഇവയെക്കുറിച്ചെല്ലാം നിനക്ക് തന്നെ അവനിൽ നിന്ന് തീർച്ചപ്പെടുത്താൻ സാധിക്കും. ഇവ അങ്ങനെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് യഹൂദരും കുറ്റാരോപണത്തിൽ പങ്കുചേർന്നു. ഫെലിക്സിന്റെ മുൻപിൽ സംസാരിക്കാൻ ദേശാധിപതി ആംഗ്യം കാണിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, ഏറെ വർഷങ്ങളായി നീ ഈ ജനതയുടെ ന്യായാധിപനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെക്കുറിച്ചുള്ള കുറ്റാരോപണങ്ങൾക്ക് ഞാൻ സന്തോഷപൂർവ്വം പ്രതിവാദം നടത്തിക്കൊള്ളട്ടെ. നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പോലെ ഞാൻ ജെറുസലേമിൽ ആരാധനയ്ക്ക് പോയിട്ട് 12 ദിവസത്തിലധികമായിട്ടില്ല. ഞാൻ ദേവാലയത്തിലോ സിനഗോഗിലോ നഗരത്തിൽ എവിടെയെങ്കിലും വെച്ച് ആരോടെങ്കിലും തർക്കിക്കുന്നതായോ ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുന്നതായോ അവർ കണ്ടിട്ടില്ല. ഇപ്പോൾ എനിക്കെതിരെ അവർ ആരോപിക്കുന്നവ സ്ഥാപിക്കാനും അവർക്ക് സാധിക്കുകയില്ല. എന്നാൽ ഇത് ഞാൻ നിന്നോട് സമ്മതിക്കുന്നു, ഒരു മതപക്ഷമെന്ന് അവർ വിളിക്കുന്ന മാർഗമനുസരിച്ച് നിയമത്തിലും പ്രവാചകന്മാരിലും എഴുതപ്പെട്ടിട്ടുള്ളതെല്ലാം വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. നീതിമാന്മാർക്കും നീതിരഹിതർക്കും ഉദ്ധാനമുണ്ടാകുമെന്ന് എനിക്ക് ദൈവത്തിൽ പ്രത്യാശയുണ്ട്. ഇവരും അത് പ്രതീക്ഷിക്കുന്നു. അതിനാൽ ദൈവത്തിന്റെയും മനുഷ്യരുടെ നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ മനസ്സാക്ഷി ഉണ്ടായിരിക്കാൻ ഞാൻ പരിശീലിക്കുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നത് എന്റെ ജനതയ്ക്ക് ദാനധർമ്മങ്ങൾ എത്തിക്കാനും ബലിവസ്തുക്കൾ സമർപ്പിക്കാനുമാണ്. അവ നിർവഹിക്കുന്നതിനിടയിൽ ശുദ്ധീകരണം കഴിഞ്ഞ് ദേവാലയത്തിലായിരിക്കുമ്പോഴാണ് ഇവർ എന്നെ കണ്ടത്. ജനക്കൂട്ടത്തോടൊപ്പമല്ലായിരുന്നു, ബഹളത്തിലുമല്ലായിരുന്നു. എന്നാൽ അവിടെ ഏഷ്യക്കാരായ ചിലർ യഹൂദർ ഉണ്ടായിരുന്നു. അവർക്ക് എനിക്കെതിരെ എന്തെങ്കിലും പരാതിപ്പെടാനുണ്ടായിരുന്നെങ്കിൽ അവർ നിന്റെ മുൻപിലെത്തി അത് സമർപ്പിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആലോചന സംഘത്തിന് മുമ്പാകെ നിന്നപ്പോൾ എന്തു കുറ്റമാണ് എന്നിൽ കണ്ടതെന്ന് ഈ നിൽക്കുന്നവർ പറയട്ടെ. മരിച്ചവരുടെ ഉദ്ധാനം സംബന്ധിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു എന്ന് അവരുടെ ഇടയിൽ നിന്നപ്പോൾ വിളിച്ചു പറഞ്ഞ ശബ്ദമൊഴികെ മറ്റൊരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. മാർഗത്തെക്കുറിച്ച് സൂക്ഷ്മതരായി അറിയാമായിരുന്ന ഫെലിക്സ് ആകട്ടെ സഹസ്രാധിപനായ ലിസിയാസ് വന്നിട്ട് നിന്റെ കാര്യം തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവന്റെ വാദം മാറ്റിവെച്ചു. അവനെ തടവിൽ സൂക്ഷിക്കണമെന്നും എന്നാൽ അവന് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നും അവനെ ശുശ്രൂഷിക്കുന്നതിൽ നിന്ന് അവന്റെ സ്വന്തക്കാരിലാരെയും തടയരുതെന്നും അവൻ ശതാധിപനോട് കൽപ്പിച്ചു. ഫെലിക്സിന്റെ തടങ്കലിൽ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഫെലിക്സ് യഹൂദരായ ഭാര്യ ദ്രുസില്ലയോടൊപ്പം വന്ന് പൗലോസിനെ വിളിപ്പിച്ച് ക്രിസ്തുയേശുള്ള വിശ്വാസത്തെക്കുറിച്ച് അവനിൽ നിന്ന് കേട്ടു. അവൻ നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും ചർച്ച ചെയ്തപ്പോൾ ഫെലിക്സ് ചകിതനായി പറഞ്ഞു, തൽക്കാലം നീ പൊയ്ക്കൊള്ളുക, ഇനിയും എനിക്ക് സന്ദർഭം കിട്ടുമ്പോൾ നിന്നെ വിളിപ്പിക്കാം. അതേസമയം പൗലോസിൽ നിന്ന് കൈക്കൂലി കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. അതിനാൽ പലപ്പോഴും അവൻ പൗലോസിനെ വരുത്തി സംസാരിച്ചിരുന്നു. 2 വർഷം കഴിഞ്ഞ് ഫെലിക്സിന്റെ പിൻഗാമിയായ പോർസിയോസ് ഫെസ്തുസ് വന്നു. യഹൂദരുടെ ആനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചതിനാൽ ഫെലിക്സ് പൗലോസിനെ തടവുകാരനായി തന്നെ വിട്ടിട്ട് പോയി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 25. സീസറിന് നിവേദനം. ഫെസ്തുസ് പ്രവിശ്യയിലെത്തി 3 ദിവസം കഴിഞ്ഞ് കേസറിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോയി.
പുരോഹിത പ്രമുഖന്മാരും യഹൂദ പ്രമാണിമാരും പൗലോസിനെതിരായി അവനെ ധരിപ്പിച്ചു. അവനോട് അപേക്ഷിക്കുകയും ചെയ്തു. തങ്ങൾക്ക് അവനിൽ നിന്ന് ഒരു ആനുകൂല്യം എന്ന നിലയിൽ അവനെ ജെറുസലേമിലേക്ക് അയക്കാൻ അവർ അവനോട് അഭ്യർത്ഥിച്ചു. വഴിയിൽ വെച്ച് അവനെ കൊല്ലാൻ അവർ കെണിവെച്ചിരുന്നു. പൗലോസിനെ കേസറയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും താൻ ഉടനെ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ഫെസ്തുസ് മറുപടി നൽകി. അവൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളിൽ പ്രമാണിമാർ എന്റെ കൂടെ വന്ന് അവന്റെ പേരിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അവനെതിരെ പരാതിപ്പെടട്ടെ. 8-10 ദിവസത്തോളം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം അവൻ കേസറിയയിലേക്ക് മടങ്ങിപ്പോയി. അടുത്ത ദിവസം അവൻ ന്യായാസനത്തിലിരുന്ന് പൗലോസിനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ വന്നപ്പോൾ ജെറുസലേമിൽ നിന്നെത്തിയിരുന്ന യഹൂദന്മാർ അവന്റെ ചുറ്റും നിന്ന് ഗുരുതരമായ പല കുറ്റങ്ങളും ആരോപിച്ചു. എന്നാൽ തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യഹൂദരുടെ നിയമത്തിനെതിരായോ ദേവാലയത്തിനെതിരായോ സീസറിനെതിരായോ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പൗലോസ് പ്രതിവാദം നടത്തി. എന്നാൽ യഹൂദരുടെ ഒരു ആനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഫെസ്തുസ് പൗലോസിനോട് ചോദിച്ചു, ജെറുസലേമിലേക്ക് പോകാനും അവിടെ എന്റെ മുൻപിൽ വെച്ച് ഇവയെപ്പറ്റി വിസ്തരിക്കപ്പെടാനും നിനക്ക് സമ്മതമാണോ? പൗലോസ് പറഞ്ഞു, ഞാൻ സീസറിന്റെ ന്യായാസനത്തിലാണ് നിൽക്കുന്നത്. അവിടെയാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടേണ്ടതും നിനക്ക് നന്നായി അറിയാവുന്ന. യഹൂദരോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തവനും മരണാർഹമായ എന്തെങ്കിലും ചെയ്തവനുമാണെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവ് ഞാൻ അപേക്ഷിക്കുന്നില്ല. എന്നാൽ അവർ എനിക്കെതിരെ ആരോപിക്കുന്നവയിൽ കഴമ്പില്ലെങ്കിൽ എന്നെ അവർക്ക് വിട്ടുകൊടുക്കാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ സീസറിന്റെ പക്കൽ ഉപരിവിചാരണ ആവശ്യപ്പെടുന്നു. ഫെസ്തുസ് തന്റെ സംഘത്തോട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു, നീ സീസറിന്റെ പക്കൽ ഉപരിവിചാരണ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവന്റെ അടുത്തേക്ക് നീ പോകണം. കുറെ ദിവസങ്ങൾക്ക് ശേഷം അഗ്രിപ്പ രാജാവും ബെർനിക്കയും ഫെസ്തുസിനെ അഭിവാദനം ചെയ്യാൻ കേസറയിലെത്തി. അവർ അവിടെ കുറെ ദിവസങ്ങൾ താമസിച്ചു. ഫെസ്തുസ് പൗലോസിനെ സംബന്ധിച്ച കാര്യങ്ങൾ രാജാവിനെ ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഫെലിക്സ് തടവുകാരനായി വിട്ടിട്ട് പോയ ഒരുവൻ ഇവിടെയുണ്ട്. ഞാൻ ജെറുസലേമിലായിരുന്നപ്പോൾ വിധി നടത്തിപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് പുരോഹിത പ്രമുഖന്മാരും യഹൂദ ശ്രേഷ്ഠന്മാരും അവനെതിരെ എന്നെ ധരിപ്പിച്ചു. വാദികളെ മുഖാമുഖം കണ്ട് കുറ്റാപരണത്തെക്കുറിച്ച് വാദിക്കാൻ പ്രതിക്ക് അവസരം നൽകാതെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് റോമാക്കാരുടെ പതിവല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അവർ ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒട്ടും താമസം വരുത്താതെ അടുത്ത ദിവസം തന്നെ ഞാൻ ന്യായാസനത്തിലിരുന്ന് ആ മനുഷ്യനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. വാദികൾ കുറ്റാരോപണവുമായി അവന്റെ ചുറ്റും നിന്നപ്പോൾ ഞാൻ സംശയിച്ച തരത്തിലുള്ള തിന്മകളൊന്നും അവൻ കൊണ്ടുവന്നില്ല. എന്നാൽ തങ്ങളുടെ തന്നെ മതത്തിന്റെ ചില സംഗതികളെക്കുറിച്ചും മരിച്ചുപോയെങ്കിലും ജീവിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് സമർത്ഥിക്കുന്ന ഒരു യേശുവിനെ കുറിച്ചും മാത്രമേ അവർക്ക് അവനുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുള്ളൂ. ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് എനിക്കും നിശ്ചയമല്ലാതെ വന്നപ്പോൾ ജെറുസലേമിലേക്ക് പോകാനും അവിടെ ഇക്കാര്യങ്ങളെക്കുറിച്ച് വിസ്തരിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്നുവോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. എന്നാൽ ചക്രവർത്തിയുടെ തീരുമാനമുണ്ടാകുന്നവരെ തന്നെ സംരക്ഷിക്കണമെന്ന് പൗലോസ് അപേക്ഷിച്ചതിനാൽ സീസറിന്റെ അടുത്തേക്ക് അയക്കുന്നവരെ അവനെ തടവിൽ വയ്ക്കാൻ ഞാൻ ആജ്ഞാപിച്ചു. അഗ്രിപ്പ ഫെസ്തുസിനോട് പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ നേരിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, നാളെ നിനക്ക് കേൾക്കാം. അതുകൊണ്ട് അടുത്ത ദിവസം അഗ്രിപ്പായും ബെർനിക്കയും സഹസ്രാധിപന്മാരുടെ നഗരത്തിലെ പൗരപ്രമുഖന്മാരുടെ തികഞ്ഞ പ്രൗഢിയോടെ സമ്മേളനശാലിന് വന്നു. ഫെസ്തുസ് ആജ്ഞാപിച്ചതനുസരിച്ച് പൗലോസിനെ കൊണ്ടുവന്നു. ഫെസ്തുസ് പറഞ്ഞു, അഗ്രിപ്പ രാജാവേ, ഞങ്ങളോടുകൂടെ ഇവിടെ ആയിരിക്കുന്നവരെ ഇവനെ നിങ്ങൾ കാണുന്നല്ലോ. ഇവനെതിരെയാണ് യഹൂദ സമൂഹം മുഴുവൻ ജെറുസലേമിൽ വച്ചും ഇവിടെ വച്ചും ഇവൻ ഇനി ജീവിക്കരുത് എന്ന് വിളിച്ചുകൂവി എന്നോട് പരാതിപ്പെട്ടത്. എങ്കിലും മരണശിക്ഷയ്ക്ക് അർഹമായതൊന്നും ഇവൻ ചെയ്തതായി ഞാൻ കണ്ടില്ല. എന്നാൽ അവൻ തന്നെ ചക്രവർത്തി സമക്ഷം ഉപരിവിചാരണ ആവശ്യപ്പെട്ടിരിക്കുന്നതിനാൽ അവനെ അങ്ങോട്ടയക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവനെക്കുറിച്ച് തിരുമേനിക്ക് എന്തെഴുതണമെന്ന് എനിക്ക് നിശ്ചയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവനെ നിങ്ങളുടെ മുൻപിൽ, വിശിഷ്യ അഗ്രിപ്പ രാജാവെ, നിന്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വിചാരണ കഴിയുമ്പോൾ എന്തെങ്കിലും എഴുതാൻ എനിക്കുണ്ടാകുമല്ലോ. തടവുകാരനെ അയക്കുമ്പോൾ അവനെതിരെയുള്ള ആരോപണങ്ങൾ വ്യക്തമാക്കാതിരിക്കുന്നത് അനുചിതമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ എതിർപ്പുകൾക്കിടയിലും ദൈവം നൽകിയ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുക. പ്രതിസന്ധികൾക്കിടയിലും അവിടുന്ന് നമുക്കായി പുതിയ വാതിലുകൾ തുറന്നു തരും. ദൈവത്തിന് മഹത്വം.